ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ലോഗ് നമ്പർ 13 ആണ്. ആൻസറിങ് ടു യുവർ ക്വസ്റ്റ്യൻസ്. എനിക്ക് കമന്റ് ബോക്സിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസറാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഞാൻ കമന്റിൽ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും കമന്റ് ബോക്സിലൂടെ കൊടുക്കുന്ന റിപ്ലൈക്ക് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ചെയ്യാൻ എനിക്ക് മടിയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ആയിട്ട് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയ്ക്ക് എത്രത്തോളം ലെങ്ത് വരുമെന്ന് അറിയത്തില്ല. പക്ഷേ ലെങ്ത് ഒരുപാട് കൂടുകയാണെങ്കിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല. വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കിയിട്ട് ഉത്തരം പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എത്രത്തോളം ലെങ്ത് കൂടുമെന്നൊന്നും അറിയത്തില്ല. ലെങ്ത് ഇൻ കേസ് കൂടുവാണെങ്കിലും പാർട്ട് 2 ആയിട്ടിടാം. പിന്നെ ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാവണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഈ എന്തെങ്കിലുമൊക്കെ പറയുന്ന വീഡിയോസിലെ എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർക്കെങ്കിലും ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ തോന്നും ഇതൊക്കെ പറയാൻ ഇവളാരാ, അല്ലെങ്കിൽ ഇവക്ക് എല്ലാം അറിയാവുന്നവളാണോ, അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാനിത് എല്ലാ വീഡിയോയുടെയും മുമ്പിൽ പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് സെയിം ടൈപ്പ് തന്നെ വന്നിട്ടുണ്ട്. അതായത് +1 സ്റ്റഡി റുട്ടീൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ സബ്ജക്ട് എങ്ങനെ പഠിക്കണം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് റിപ്ലൈ തരാം. അപ്പോൾ ഫസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല എനിക്ക് ഇതിനകത്ത് ഇത്രയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും മാത്രം കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഈ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ +1 റിലേറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളാണ്. ഈ +1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ഞാൻ ആദ്യം +1 ഒരു പൂർണ്ണ രൂപം പറഞ്ഞുതരാം. നമുക്ക് സയൻസ് എന്ന് പറയുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ബയോളജി. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദിയാണ്. അപ്പം കെമിസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. പേര് പോലെ തന്നെ ബേസിക് ആയിട്ടുള്ളതാണ്. നേരത്തെ പഠിച്ച് പരിചയമൊക്കെ ഉള്ളത് ചിലതൊക്കെ കാണും. പക്ഷെ ഏറെക്കുറെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ആദ്യത്തെ ചാപ്റ്ററിൽ ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. ഈ നമ്പേഴ്സിന്റെ റൗണ്ടിങ് ഓഫ് അങ്ങനെയൊക്കെ. അത് നമുക്ക് അങ്ങനെ പരിചയമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. അതൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് പഠിച്ച് വരുമ്പോൾ അങ്ങ് കറക്റ്റ് ആയിക്കോളും. കെമിസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ആദ്യം ബേസിക് കോൺസെപ്റ്റ്സ്, പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, അത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ലാസ്റ്റ് വരുമ്പോഴാണ് ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗങ്ങളാണ്. അത് ശരിക്കും പഠിക്കാൻ ശ്രദ്ധിക്കണം. അതിന് അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഞാൻ കെമിസ്ട്രി ഒക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ, കെമിസ്ട്രി ആയാലും ഏതായാലും ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയാണ് പഠിച്ചത്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഷോർട്ട് നോട്ട്സ് ഇതിന്റെ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. അയ്യോ, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എല്ലാത്തിന്റെയും +1 ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് സബ്ജക്റ്റിന്റെ. പക്ഷേ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും അല്ല അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇച്ചിരി കടുകട്ടി വാക്കുകളാണ്. അത് ആദ്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. പക്ഷേ ബയോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മാത്സ് ആയാലും വലിയ കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ്. പക്ഷേ കെമിസ്ട്രി, ഫിസിക്സ് ഒന്നും മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ ചാടിക്കയറി ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ദൈവം സഹായിച്ച് എനിക്ക് നല്ല ടീച്ചേഴ്സിനെയാണ് സ്കൂളിൽ കിട്ടിയിരുന്നത്. അവർ എല്ലാം പഠിപ്പിക്കുമായിരുന്നു. മുക്കുമൂല അരിച്ചു പറക്കി പഠിപ്പിക്കും. അതുപോലെ നല്ല രീതിക്ക് നോട്ട്സും തരും. അതുപോലെ കൊച്ചിലെ പിള്ളേർ ചെക്ക് ചെയ്യുന്ന നോട്ട്സ് വരെ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ലാസ്റ്റ് എക്സാം എടുത്ത സമയത്ത് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ തന്നിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ഒക്കെ വെച്ചിട്ട് ഒരുപാട് പ്രാക്ടീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യമേ ഈ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ എടുത്ത് ആധികാരികമായിട്ട് വായിച്ചു നോക്കാൻ നിൽക്കണ്ട. കാരണം നമ്മുടെ മനസ്സ് മടുത്തു പോകും. അങ്ങനെ മനസ്സ് മടുക്കാൻ നിൽക്കരുത്. ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ, ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ആദ്യമൊക്കെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം ശരിക്ക് ആദ്യത്തെ ചാപ്റ്ററൊക്കെ തറവായിട്ട് ഇന്ന് മനസ്സിരുത്തി പഠിച്ചിട്ട് പിന്നീട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കത്തും. എന്ന് പറഞ്ഞ് മൊത്തമായിട്ട് കത്തണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. പിന്നെ അടുത്തത് ഫിസിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു സംഭവം കേട്ടോ. ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ ബോക്സ് ഒക്കെ ഇട്ട് എഴുതുന്നതൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് മനസ്സിലാവും. പിന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ലാസ്റ്റുള്ള ചാപ്റ്ററൊക്കെ കുറച്ച് ഈസിയാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ ആദ്യത്തെ പാർട്ടിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റൊക്കെ വലിയ കുഴപ്പമൊന്നുമുള്ള ചാപ്റ്റേഴ്സ് ഒന്നുമല്ല. ഫിസിക്സ് ആയാലും ടെക്സ്റ്റ് വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല. ടീച്ചേഴ്സ് തരുന്ന ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഏതിന്റെ ആയാലും ടീച്ചേഴ്സ് തരുന്ന ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ നിങ്ങൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാം വാരി വരിച്ച് എഴുതാനല്ല. ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തോന്നുന്നതോ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ, ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാവുന്നതോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലായാലും അല്ലെങ്കിൽ നോട്ട്ബുക്കിലായാലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തിലേക്ക് എഴുതി വെക്കുക. ഈ നോട്ട്സ് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എക്സാമിന്റെ സമയമാകുമ്പോൾ ഭയങ്കര റഷ് പിടിച്ച സമയമായിരിക്കും.
നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ഓടിച്ചിട്ട് വായിക്കാൻ പറ്റത്തില്ല. നമ്മൾ ലാസ്റ്റ് വരെ, ഞാനായാലും ലാസ്റ്റ് വരെ ഇങ്ങനെ ഉഴപ്പി നടക്കും. ലാസ്റ്റ് 2 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു ചൂട് വരുന്നത്, മോഡൽ എക്സാമിന്റെ സമയമാകുമ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ആദ്യം തൊട്ട് വായിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. എനിക്ക് ഫിസിക്സിന് അങ്ങനെ പറ്റിയായിരുന്നു, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായാലും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അത് പഠിച്ച് വരുമ്പോൾ മനസ്സിലാവും, വലിയ പാടൊന്നുള്ള സംഭവമല്ല. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു ട്രിഗണോമെട്രി ഇച്ചിരി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചാലേ +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ശരിക്കും മനസ്സിലാവുമെന്ന് തോന്നുള്ളൂ. ഞാൻ ട്രിഗണോമെട്രി ശരിക്കും പഠിച്ചായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി അങ്ങോട്ട് കത്തുന്നില്ല. ഇനി സ്കൂൾ തുറന്നിട്ട് വേണം ശരിയാക്കാൻ. എക്സാമിനറിൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞു, പക്ഷേ എനിക്ക് അതങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇനി ടീച്ചർ പഠിപ്പിച്ചാലേ എനിക്ക് ശരിയാകത്തുള്ളൂ. അതുപോലെ മാത്സിന്റെ കാര്യം പറയുവാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. +1 എനിക്ക് അങ്ങനെ പാടുള്ള ചാപ്റ്റർ ഒന്നും ഒരുപാടില്ല. ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. മാത്സിന്റെ ഒരു ഗൈഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ വാങ്ങിച്ച ഗൈഡല്ല, സ്കൂളിൽ നിന്നുള്ളതാണ് കേട്ടോ. സ്കൂളിൽ അവർ കൊണ്ടുവന്ന ഗൈഡുകളാണ്. അതെല്ലാം നമ്മൾ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെയും ചെറിയൊരു ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഗൈഡായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ട്. മാത്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു ബുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതും വലിയ ബുക്കൊന്നുമല്ല, ചെറിയ 2 ബുക്ക്. പിന്നീട് ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ കഥകളും ഒക്കെ ആയിരിക്കും പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് പാടാണെന്ന് എല്ലാവരും പറയുന്നത്. ഇംഗ്ലീഷിന് മാർക്ക് കിട്ടാനും പാടാണെന്ന് പറയുന്നത്. ഈ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞൊരു പോയമുണ്ട്. അതിന്റെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. ഇച്ചിരി കഴിയുമ്പോഴേ ഉള്ള ആ പോയം. അപ്പൊ അതൊക്കെ മനസ്സിരുത്തി പഠിക്കാതെ ശരിയാവത്തില്ല കേട്ടോ. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് വർണ്ണിച്ചെഴുതാനൊക്കെ കാണും. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരും. അതിൽ നിന്ന് പ്രകൃതിയുടെ ഭംഗി അതൊക്കെ, അത് നമ്മൾ സാധാരണ എഴുതുന്ന വാക്കുകളിലല്ല എഴുതേണ്ടത്. അപ്പം അതൊക്കെ ശരിക്ക് ഇംഗ്ലീഷ് പഠിക്കുവാണെങ്കിൽ വായിച്ച് തന്നെ പഠിക്കാം. പിന്നെ ഹിന്ദിയുടെ കാര്യം പറയുവാണെങ്കിൽ ഹിന്ദി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് സെക്ഷൻ വരുന്നതെല്ലാം സെയിം ആയിരിക്കും. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അത് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടേ മനസ്സിലാകത്തുള്ളൂ. എന്നാലും ഞാൻ പറയാം, നമുക്കൊരു ഫിലിമി സമീക്ഷ വരും. അതായത് നമുക്ക് പഠിക്കാനൊരു ടെക്സ്റ്റിൽ തന്നെ ഒരെണ്ണമുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു അമിതാഭ് ബച്ചനൊക്കെ ഉള്ളൊരു സിനിമയാണ്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അത് പഠിക്കണം. അത് ഒന്നെങ്കിൽ നമുക്ക് അത് കാണാൻ പഠിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിലിമി സമീക്ഷ മതി. ഫിലിമി സമീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിമിന്റെ റിവ്യൂ, ഇത്രയേ ഉള്ളൂ. അത് കാണാൻ പഠിക്കുക. അത് 8 മാർക്കിന് ചോദിക്കും. ഞാൻ ആ ടെക്സ്റ്റിലുള്ള അത് തന്നെയാണ് കാണാൻ പഠിച്ചത്. എനിക്ക് വേറെ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് തന്നെ കാണാൻ പഠിച്ചു, എഴുതി, അതിന് മാർക്ക് കിട്ടി. അതുപോലെ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഒരു വേർഡ്, ഹിന്ദിയിലെ ഒരു വേർഡ്, അങ്ങനെ നമുക്കൊരു ഒരു 30ഓളം വേർഡ് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. 30ഒന്നും അല്ല, ഇഷ്ടംപോലെ ഉണ്ട് പഠിക്കാൻ. അതിൽ നിന്നൊരു 8ഓ 10ഓ അങ്ങോട്ട് വാക്ക് വരും മാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ അതും എല്ലാ വർഷം വരുന്നതാണ്. അത് നമുക്ക് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട സെഷനിലാണെന്ന് തോന്നുന്നു വരുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇത് വരും, എന്താ പറയുന്നത്, ഒരു പത്രവാർത്തയല്ല, അതുകൂട്ടൊരു സംഭവമുണ്ട്. അതും 8 മാർക്കിന് തന്നെ വരുന്നതാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ പാറ്റേണിൽ തന്നെയാണ് എല്ലാ വട്ടം വരുന്നത്. ഇനി മാറുമോന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് വരെ അങ്ങനെ തന്നെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുവോളജി, ബോട്ടണി എന്ന് പറഞ്ഞ് നമുക്ക് 2ആയിട്ടാണ് ഈ വട്ടം തിരിച്ചേക്കുന്നത്. ബോട്ടണി വലിയ പാടായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ എനിക്ക് സുവോളജി പാടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് സുവോളജി പാടായിരുന്നു. സുവോളജി ലാസ്റ്റ് ഒരു 2-3 ചാപ്റ്ററൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ തിട്ടമില്ല. എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും എനിക്കറിയത്തില്ല. അത് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയൊക്കെ ലാസ്റ്റ് കാണാൻ പിടിച്ചോണ്ട് ഒറ്റപ്പോക്കായിരുന്നു തലേന്ന്. എനിക്ക് രാവിലെ അന്ന് ബയോളജിയുടെ എക്സാമിന്റെ രാവിലെ എണീറ്റപ്പോൾ മൊത്തം ഒരു കിളി പോയ അവസ്ഥയായിരുന്നു. ബോട്ടണി എല്ലാം ഓർമ്മയുണ്ട്, സുവോളജി ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ. സുവോളജി, ബോട്ടണി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ. മാത്സ്, ഈ വട്ടത്തെ മാത്സ് കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. എനിക്ക് തോന്നുന്നു NCERT തന്നെയാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത്. NCERT നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യത്തില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ഇങ്ങനെ പോകും. ഏതായാലും ടെക്സ്റ്റ് ശരിക്ക് വായിച്ചാലേ ശരിയാകത്തുള്ളൂ കേട്ടോ. ഇപ്പൊ കെമിസ്ട്രിയും ഫിസിക്സും ഞാൻ ഒരു എക്സെപ്ഷൻ കേസായിട്ട് പറയാൻ നമുക്ക് എങ്ങനെ മനസ്സിലാവണമെന്നില്ല. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ബയോളജി, ഇത് 4 ടെക്സ്റ്റ് അരിച്ചു പെറുക്കി പഠിച്ചിരിക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. ഹിന്ദിയും വലിയ സീനുണ്ടെന്ന് തോന്നുന്നില്ല. ഹിന്ദിയും ഏകദേശം ആ ഫോർമാറ്റ്, ഇപ്പം നമ്മൾ 10ലാണെങ്കിൽ ലെറ്റർ ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ ഇവിടെ ചില ഫോർമാറ്റുകൾ പഠിക്കാനുണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പൊ ഇത്രയാണ് ഒരു ഔട്ട്ലൈൻ പറയുവാണെങ്കിൽ പറയേണ്ടത്. അതുപോലെ ബയോളജിയുടെ എക്സാമിന്റെ കാര്യം പറയുവാണെങ്കിൽ 2 എക്സാം ഒരു ദിവസം തന്നെ, ബോട്ടണി, സുവോളജി. ആദ്യം നമുക്ക് ബോട്ടണിയുടെ പേപ്പർ തരും, എന്നിട്ട് അരമണിക്കൂർ എന്തോ ആണ് ടൈം, അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അരമണിക്കൂറാണെന്ന് തോന്നുന്നു. കഴിയുമ്പോൾ അരയാണോ 3/4 കഴിയുമ്പോൾ നമ്മൾ ബോട്ടണിയുടെ പേപ്പർ എഴുതി കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് സുവോളജിയുടെ പേപ്പർ തരും. എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ 2 ഒരുമിച്ചായിരിക്കും.
പിന്നെ ഓപ്ഷനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് എഴുതിക്കോ. കാരണം എല്ലാ ടീച്ചേഴ്സിനും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം 9 എണ്ണം എഴുതേണ്ടടുത്ത് 11 ക്വസ്റ്റ്യൻ ഉണ്ട്, 9 എണ്ണം എഴുതിയാൽ മതിയെങ്കിൽ 11 അറിയാമെങ്കിൽ 11 എഴുതിക്കോ. കാരണം ആദ്യം എഴുതുന്നതിന് മാത്രം മാർക്ക് അങ്ങനെയൊന്നുമില്ല, ശരിയാണോ മാർക്ക് കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് 9 എണ്ണം മാത്രം എഴുതിയ ഒരു ചാൻസിന് വേണ്ടിയിട്ട് നിൽക്കണ്ട. അറിയാവുന്നത് എല്ലാം എഴുതിക്കും. പിന്നെ അറിയാത്തതൊന്നും എഴുതരുത്. അറിയാത്തതൊക്കെ എഴുതിയിട്ട് ഉള്ളതിന്റെ മാർക്ക് കൂടെ വെറുതെ കളയണ്ട. പിന്നെ നിങ്ങൾ പേടിക്കേണ്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെഴുതിയാലും ബെസ്റ്റേ എടുക്കത്തുള്ളൂ. ഇപ്പൊ 11 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ബെസ്റ്റ് 9 എണ്ണം മാത്രമേ അവർ മാർക്ക് ഇടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കൂടിയ മാർക്ക്, ബെസ്റ്റ്, അതിൽ ഏറ്റവും ബെസ്റ്റിന് മാത്രമേ മാർക്ക് ഇടുന്നുള്ളൂ, അതേ എടുക്കുന്നുള്ളൂ. പിന്നീട് ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഒരുപാട് പേര് ചോദിച്ചത്. ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെ ഫുൾ മാർക്ക് കിട്ടി? ഇംഗ്ലീഷിന് ഇച്ചിരി പാടാന്ന് എന്റെ സീനിയേഴ്സ് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിന് എത്ര എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടത്തില്ല. പക്ഷേ നമുക്ക് അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഫുള്ള് ടെക്സ്റ്റ് വായിച്ചാണ് കേട്ടോ ഞാൻ. പിന്നെ ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ, എടുത്ത് പറയണം, ടീച്ചർ ഇഷ്ടം പോലെ നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് ആയാലും അതുപോലെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഗ്രാമർ. ഞാൻ നേരത്തെ CBSE പഠിച്ചത്. പിന്നെ 8th ആയപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പം എന്നിട്ട് ഞാൻ ഗ്രാമർ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതുപോലെ നമുക്കൊരു സപ്പോർട്ടൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ടീച്ചർ ഇങ്ങനെ ഒരുപാട് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പഴയ ഗ്രാമറൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റി. നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുന്ന വാക്കിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ നമ്മുടെ നോർമൽ വാക്കുകൾ തന്നെ ഇച്ചൂടെ സ്റ്റാൻഡേർഡ് കൂടിയ വാക്കുകൾ കാണുമല്ലോ, ആ വാക്കിന്റെ തന്നെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൈൻ എന്നുള്ളത്, തിളങ്ങുക എന്നുള്ളത് ഞാൻ ഗ്ലിസൺ എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. നമ്മുടെ അതൊരു പോയത്തിൽ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതുപോലെ ഓരോ വാക്ക് തപ്പിപ്പെറുക്കി എടുത്ത് എഴുതാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ആധികാരികമായിട്ട് എഴുതണം. അപ്പം ഇച്ചിരി നല്ലതായിട്ട് നമ്മുടെ ലാംഗ്വേജ് വൊക്കാബുലറി ഒക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് അവർക്ക് തോന്നും. ഞാൻ അങ്ങനെയൊക്കെയാണ് എസ് ഒക്കെ എഴുതിയേക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഈ ഫൈനൽ എക്സാമിന് ലാസ്റ്റ് ഒരു ഹിൽ സ്റ്റേഷനെ പറ്റിയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിൽ സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവിടെ ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ എഴുതാനൊക്കെ പറഞ്ഞിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഹിൽ സ്റ്റേഷനിൽ പോയിട്ടില്ല. എനിക്ക് ഹിൽ സ്റ്റേഷൻ എന്താണെന്ന് ശരിക്കും അറിയത്തില്ലായിരുന്നു. എന്നാലും മൂന്നാർ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ മൂന്നാർ ബേസ്ഡ് ആയിട്ട്, ഇപ്പോൾ മൂന്നാറിൽ ഹിൽ സ്റ്റേഷൻ ഉണ്ടെന്ന് സങ്കല്പിച്ച് മൂന്നാർ ബേസ്ഡ് ആയിട്ട് അങ്ങ് എഴുതി. പിന്നെ വെളി വന്നിട്ടാണ് മൂന്നാർ അങ്ങനെ ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ എന്നാലും ഈ ഇച്ചിരി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അത് കാണുമ്പോൾ ടീച്ചേഴ്സിന് വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ ബോധമുള്ള കുട്ടിയാണ് എന്നുള്ള രീതി തോന്നുന്നു എന്നുള്ള രീതി കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എഴുതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷിന്റെ ഗൈഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിന്റെ ഗൈഡ് ഇപ്പോൾ കാണിക്കാം. ഈ ഇംഗ്ലീഷിന്റെ ഗൈഡിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് സംശയമുള്ളതൊക്കെ മലയാളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചാപ്റ്ററിന്റെ ഫുള്ള് എക്സ്പ്ലനേഷൻ മലയാളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് വായിക്കാം. അല്ലെങ്കിൽ ആ സൈഡിൽ തന്നെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമ്മറി അതിനകത്തിലൊക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നോക്കുവാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്, PYQ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ഗൈഡാണ്. ഞങ്ങൾക്ക് ടീച്ചർ തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അതുപോലെ ഇങ്ങനെ കടുകട്ടി വാക്കൊക്കെ എഴുതുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചർ തന്നെയാണ് കേട്ടോ ട്രിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അതുപോലെ എങ്ങനെ 6 മാർക്കിന്റെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എത്ര പാരഗ്രാഫായിട്ട് എഴുതണം, എങ്ങനെയൊക്കെ എഴുതണം, എല്ലാം ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പേ ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു പീരീഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങളുടെ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുക. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഏത് ടീച്ചറിനായാലും ചോദിക്കുന്ന ദേഷ്യമല്ല, സന്തോഷമായിരിക്കും. സംശയം ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിപ്പിക്കുന്ന സംശയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾ ചെന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ്, ആ ഒരു പ്രാക്ടീസൊക്കെ കിട്ടിയോണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു. കാരണം ടീച്ചേഴ്സിന് അറിയാം, അവർ വാല്യുവേഷന് പോകുന്നതല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള ഒരു ഐഡിയ, എങ്ങനെയൊക്കെ എഴുതിയാൽ മാർക്ക് കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നതിനെ കാട്ടി അവരുടെ ഒപ്പീനിയൻ അറിഞ്ഞിട്ട് എഴുതുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ഞാൻ കെമിസ്ട്രിക്ക് എഴുതിയതാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് 10th കൂട്ടൊന്നും തലേന്ന് വായിച്ച് നോക്കി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല +1. അതെനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്. ഇത് എനിക്ക് ഇച്ചിരി വൈകിപ്പോയി. ഞാനിത് ഈ നോട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇച്ചിരി വൈകിപ്പോയി. ആദ്യം തൊട്ടേ നോട്ട് ഉണ്ടാക്കണം, അതാണ് ഏറ്റവും നല്ലത്. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് പോയി. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നല്ലൊരു കളർ പേപ്പർ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് കണ്ണിന് കാണുമ്പോൾ നല്ലൊരു രസം കാണും, പിന്നെ ഇച്ചിരി അട്രാക്റ്റീവായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കളർ പേപ്പർ ആയിരുന്നു ചൂസ് ചെയ്തത്. നിങ്ങൾ ആദ്യം പഠിച്ച്
ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് മാത്രം, ഇത് കെമിസ്ട്രി ഇഷ്ടംപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറേ എഴുതിയിട്ടുണ്ട്. അതുപോലെ നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അതും എഴുതാം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ ഓർമ്മ വരും, വായിച്ചതൊക്കെ ഓർമ്മ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ലാസ്റ്റിലത്തേക്ക് വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് നടക്കത്തില്ല. ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമാണ് ലാസ്റ്റ് 2 മാസം എന്ന് പറയുന്നത്. എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല, കാരണം ഞാൻ ലാസ്റ്റാണ് ഇതൊക്കെ ചെയ്തത്. ചിലപ്പോൾ ഇൻ കേസ് അതോടെ ചെയ്താൽ ഞാൻ 2 മാർക്ക് തിരിച്ചു പിടിക്കായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൊട്ടേ തുടങ്ങുക. നേരത്തെ പഠിച്ചു തുടങ്ങണമെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ സ്കൂൾ തുറക്കത്തില്ലേ ഇനി 3-ാം തീയതി? ഞങ്ങൾക്കല്ലേ സ്കൂൾ തുറക്കുന്നത്, നിങ്ങൾക്കിനി ജൂൺ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങുക, എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഒറ്റ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ്